ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുകയുണ്ടായി, 23 വയസ്സ് പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു പൈലറ്റ് ആവുക എന്ന്. അങ്ങനെ അദ്ദേഹം വ്യോമസേനയിൽ ചേരണമെന്ന ആഗ്രഹവുമായി ഇൻ്റർവ്യൂവിന് പോയി. 10 പേരെയാണ് അന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇൻ്റർവ്യൂവിൻ്റെ എല്ലാ സെഷനുകളും പൂർത്തീകരിച്ചപ്പോൾ 9 പേരെ അവരെടുത്തു, ഒരാളെ മാത്രം റിജക്റ്റ് ചെയ്തു. അത് APJ അബ്ദുൽ കലാം ആയിരുന്നു. അദ്ദേഹം പിന്നീട് മറ്റു പല റിസർച്ചുകളിലൂടെ കടന്നുപോയി, വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി, രാഷ്ട്രത്തിന് വലിയ സംഭാവനകൾ നൽകി, ലോകത്ത് എന്നും ഓർക്കുന്നൊരു വ്യക്തിയായി മാറി. അങ്ങനെയാണ് അദ്ദേഹം പ്രസിഡന്റ് പദത്തിലേക്ക് വരുന്നത്, ഇന്ത്യയുടെ രാഷ്ട്രപതിയായി വരുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വ്യോമസേനയുടെ മേധാവിയോട് പറഞ്ഞു, എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു എനിക്ക് വിമാനം പറത്തുക എന്നുള്ളത്, അതും വ്യോമസേനയുടെ. ഇപ്പോൾ ഞാൻ വ്യോമസേനയുടെ അല്ല, ഇന്ത്യയുടെ മൊത്തം സേനയുടെ മേധാവിയാണ്. എനിക്ക് വിമാനം ഓടിക്കുവാൻ പഠിക്കണം. അങ്ങനെ അദ്ദേഹം രാഷ്ട്രപതിയായിരിക്കുമ്പോൾ 6 മാസത്തോളം പരിശീലനം നടത്തി അദ്ദേഹം സ്വന്തമായി വിമാനം പറത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചരിത്രം.